നമ്മൾ ഈ സെക്ഷനിൽ എക്സ്പിനെ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക, അതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വല്ല പ്രോബ്ലം വന്നാൽ എങ്ങനെയാണ് ഫേസ് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാൻ പോകണം. അപ്ഗ്രേഡ് ചെയ്യേണ്ട കമ്പ്യൂട്ടറിൽ നെറ്റ് യൂസ് z://xp1/i386 ഈ കമാൻഡ് എന്തിനാ എൻ്റർ ചെയ്യണമെന്ന് വെച്ചാൽ xp1 എന്ന കമ്പ്യൂട്ടറിൽ i386 എന്നുള്ള ഫോൾഡർ ഷെയറിംഗ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിന് Z ഡ്രൈവിലേക്ക് മാപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്തതും ദ കമാൻഡ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് വരും. അതായത് മാപ്പായി കഴിഞ്ഞു എന്നർത്ഥം. നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് Z ഡ്രൈവ് മാപ്പ് ആയിട്ടുണ്ടോ എന്ന് നോക്കാണ്. ഇതിന് നമ്മൾ ഓപ്പൺ ചെയ്താൽ xp1 കമ്പ്യൂട്ടറിൽ ഷെയർ ചെയ്ത എല്ലാ ഫയൽസും ഇവിടെ കാണിക്കും. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ Z ഡ്രൈവിലേക്ക് ചെല്ലണം. നമ്മൾ Z ഡ്രൈവിൽ ചെന്നിട്ട് winnt32 എന്നുള്ള കമാൻഡ് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ആരംഭിക്കും. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ ആരംഭിക്കുന്നുണ്ട്. ഈ ഇൻസ്റ്റലേഷനിൽ നിങ്ങളുടെ കമ്പനിയിലുള്ള എല്ലാ കമ്പ്യൂട്ടറും മൈക്രോസോഫ്റ്റ് സൈറ്റിൽ ചെന്നിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ. കമ്പനിയിൽ ഒരു 100 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 100 കമ്പ്യൂട്ടറും മൈക്രോസോഫ്റ്റിൽ ചെന്നിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ വളരെ സമയമെടുക്കും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫയൽ സെർവർ കമ്പ്യൂട്ടറിൽ പുതിയതായിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ആ ഫോൾഡറിന് അപ്ഡേറ്റ്സ് എന്ന് നെയിം തരാൻ പോകണം. അതിന് ഷെയർ ചെയ്യും. മൈക്രോസോഫ്റ്റ് സൈറ്റിൽ ചെന്നിട്ട് എക്സ്പിക്ക് എന്തൊക്കെ ഡൈനാമിക് അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഷെയർഡ് ഫോൾഡറിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒരു കമ്പ്യൂട്ടറിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുമ്പോൾ winnt32 ഫയൽസ് ഒക്കെ i386 ഫോൾഡറിലുണ്ട്. അപ്ഡേറ്റ്സ് ഒക്കെ അപ്ഡേറ്റ്സ് എന്നുള്ള ഫോൾഡറിലുണ്ട്. ഇവിടുന്ന് എടുത്താൽ മതി എന്ന കമാൻഡ് നമ്മൾ എൻ്റർ ചെയ്താൽ എല്ലാ കമ്പ്യൂട്ടറും അപ്ഡേറ്റ്സ് ലോക്കൽ നെറ്റ്വർക്കിൽ നിന്ന് എടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാ കമ്പ്യൂട്ടറും ഇന്റർനെറ്റിലേക്ക് അയക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അപ്ഡേറ്റ് ഷെയർസ് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതിന് ഫയൽ സെർവറിലേക്ക് പോകണം. ഫയൽ സെർവറിൽ പുതിയ ഒരു ഫോൾഡർ അപ്ഡേറ്റ്സ് എന്ന് എൻ്റർ ചെയ്തിട്ട് അതിനെ ഷെയർ ചെയ്യണം. ആ ഷെയറിംഗിൽ പെർമിഷൻ സെറ്റ് ചെയ്യണം. കാരണം ഇതിൽ മൈക്രോസോഫ്റ്റ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഫോൾഡറിലാണ് സേവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതിന് റൈറ്റിംഗ് പെർമിഷൻ കൊടുക്കണം. അതേപോലെ സെക്യൂരിറ്റിയിൽ ചെന്നിട്ട് ആഡ് എവ്രി വൺ എന്നുള്ളതിനെ സെലക്ട് ചെയ്യണം. ഈ എവ്രി വൺ യൂസറിന് അതിൽ റൈറ്റിംഗ് പെർമിഷൻ കൊടുത്തിട്ട് ഓക്കെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റിൽ ചെന്നിട്ട് മൈക്രോസോഫ്റ്റ് സൈറ്റിലുള്ള എക്സ്പിയിലുള്ള അപ്ഡേറ്റ്സ് ഡൈനാമിക് അപ്ഡേറ്റ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഫോൾഡറിൽ കോപ്പി ചെയ്യാൻ പോകണം. അതിനുവേണ്ടി നമ്മൾ ബ്രൗസറിനെ ഓപ്പൺ ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് സൈറ്റിലേക്ക് ചെല്ലണം.